യുദ്ധം നമ്മളെ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഏകദേശം തീരാനായി എന്നൊരു സിഗ്നൽ കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് ചായ കൂട്ടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ മോരും വെള്ളമോ അല്ലെങ്കിൽ വല്ല വത്തക്ക ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പോൾ തിന്നലുള്ളത്, അല്ല കുടിക്കലുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയാലും ഇവരെ എല്ലാ ദിവസത്തിനും കളിക്കാൻ വേണ്ടി പുറത്ത് വിടും. അപ്പോൾ വെയിലായ കാരണം പകലധികം ഞാൻ വിടലില്ല. അപ്പോൾ ഓല അങ്ങനെ വിടുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ കൊലായ്മ ഇരുന്നിട്ടാണ് എൻ്റെ വൈകുന്നേരത്തെ രാത്രിപ്പണിക്കൊക്കെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മുറിച്ചുണ്ടാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് ചെമ്മീനുള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ചോദിച്ചു. കുറേ ദിവസമായി ബിരിയാണിയൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടാണ്. ഇപ്പം നമുക്കൊക്കെ പീടികയിൽ നിന്ന് വാങ്ങാൻ കിട്ടണം. കാരണം ഉണ്ടാക്കാൻ തോന്നുമ്പോൾ അതിലും നല്ല പീടികയിൽ നിന്ന് വാങ്ങില്ല വിചാരിക്കും. പിന്നെ എനിക്ക് ഒന്നാമതൊരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നല്ല രുചിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ എനിക്കത് തിന്നാനുള്ള മൂഡ് പോവും. ആ ഒരു ഫ്ലോ കണ്ട് പോകുമെന്ന് പറഞ്ഞ മാതിരി. ഇതുപോലത്തെ ബിരിയാണി, ചിക്കൻ കറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം. ഇന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെയൊക്കെ തിന്നാക്കി നല്ല ഇഷ്ടമാട്ടാം. അപ്പോൾ പിന്നെ ഇന്ന് രാത്രി തിന്നാനും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കിടുമെങ്കിലൊക്കെ വന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ, ഈ നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നതിന് പകരം ഈ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടണേലേക്ക് കണ്ട് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ ബിരിയാണി. പിന്നെ ഇപ്രാവശ്യം ഞാൻ ചെമ്മീൻ വറുത്തില്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഈ ഗ്യാസിൻ്റെ പ്രശ്നം അത് കാരണം വറക്കലും കോരലും ഒക്കെ പരമാവധി കുറച്ചിട്ട് വേവിക്കലാണ് പ്രധാന പരിപാടി. പിന്നെ നമ്മളെ വീട്ടിലത്തെ അടിമക്കണ്ണാണ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറും റൈസ് കുക്കറും അതുപോലെ തന്നെ നമ്മളെ സാധാ കുക്കറും. അടിമക്കണ്ണുകളുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ. ഗ്യാസിന് അതുകൊണ്ട് നല്ല ലാഭമാണ്, റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദമ്മിട്ടിട്ട് നമുക്കിത് കൊണ്ട് മൂടി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ.